നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി അധ്യാപക അപ്രഖ്യാപിത നിയമന നിരോധനത്തിനെതിരെ ആൾ കേരള HSST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. താൽക്കാലിക ബാച്ചുകൾ സ്ഥിരപ്പെടുത്തി റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുക, 3 വർഷം കഴിഞ്ഞ അഡീഷണൽ ബാച്ചുകൾ സ്ഥിരപ്പെടുത്തുക, ജൂനിയർ ടു സീനിയർ പ്രൊമോഷൻ നടപടികൾ വേഗത്തിലാക്കുക, 2024-25 റിട്ടയർമെൻറ്റ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളായി PSCയിൽ റിപ്പോർട്ട് ചെയ്യുക, ഗവൺമെൻറ് സ്കൂളിൽ സ്ഥിര അധ്യാപകരെ നിയമിച്ച് റിസൾട്ട് മെച്ചപ്പെടുത്തുക, മതിയായ ഉദ്യോഗാർത്ഥികളില്ലാത്ത ബൈ ട്രാൻസ്ഫർ ഒഴിവുകൾ പുതിയ റാങ്ക് ലിസ്റ്റിന് നൽകുക, ഗസറ്റ് അധ്യാപകരെ നിയമിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ഫസ്റ്റ് ജേണൽ മീഡിയയുമായി സംസാരിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഹയർ സെക്കൻഡറി റിട്ടയർമെൻറ്റ് ഒഴിവുകളും അതുപോലെ തന്നെ പുതിയ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെ നാളുകളായി ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം തസ്തിക നിർണയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഏതാണ്ട് 1 വർഷത്തോളമായി ഈ ഒരു തസ്തിക നിർണയം തുടങ്ങിയിട്ട്, പക്ഷേ ഇന്ന് വരെ അത് അവസാനിച്ചിട്ടില്ല. എന്ന് അവസാനിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും ഇല്ല. നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ദിവസം, ഒരു ഡേറ്റ് നമുക്ക് തരുന്നില്ല. കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടെയാണോ തസ്തിക നിർണയം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഹൈസ്കൂള്, LP, UP എന്നിവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് നിയമനം നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിയമന നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തസ്തിക നിർണയം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നിലവിലുള്ള 2 വർഷത്തെ ഒഴിവുകൾ 2023-ലെയും 2024-ലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. 2024 മെയ് 31 വരെ നടന്ന റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായ ഒഴിവുകൾ ധാരാളമാണ്. ഈ ഒഴിവുകളിലേക്ക് ഈ റിട്ടയർമെൻറ്റ് ചെയ്ത് സീനിയർ അധ്യാപകരാണ്. ഈ സീനിയർ അധ്യാപക തസ്തികകളിലേക്ക് ജൂനിയർ അധ്യാപകരെ തസ്തിക മാറ്റം വഴി നിയമിച്ചാൽ മാത്രമേ ജൂനിയർ പോസ്റ്റുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ എന്നിരിക്കെ ഈ തസ്തിക മാറ്റ നിയമന നടപടികളും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു സൂചനാ സമരമായിട്ടാണ്, ഒരു സൂചനാ ധർണ എന്നുള്ള രീതിയിൽ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു സമരം. കാരണം ഞങ്ങൾ അധ്യാപകർ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്.